വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മത്സരം തുടങ്ങാറായിട്ടും വിഷ്ണു എത്തുന്നില്ല. അന്നേരം അവനെ കാത്തു നിൽക്കണ്ട, നമുക്ക് മത്സരം തുടങ്ങാമെന്ന് ജയരാമൻ പറയുകയാണ്. അത് പത്രോസ് സമ്മതിച്ചിട്ട് ഭാമയെ കാത്തു നിർത്തിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ആ കൊടി അങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഈ മേരിമാത മില്ലിൻ്റെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ച് നടത്തുന്ന സൈക്കിൾ റേസ് മത്സരം സത്യഭാമ കൊടി പൊക്കി ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കുമെന്നും പറഞ്ഞ് കൊടി ഇങ്ങനെ സത്യഭാമയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അന്നേരം അച്ചായ ഫ്ലാഗ് ഓഫ് എന്നിങ്ങനെ ജയരാമൻ ഒന്നുകൂടി പറഞ്ഞ് ഓർമ്മിപ്പിക്കുമ്പോൾ അത് കൊടി പൊക്കൽ തന്നെ അല്ലാടാന്നും പറഞ്ഞ് ജയരാമൻ്റെ വായങ്ങ അടപ്പിക്കുകയാണ് പത്രോസ്. അന്നേരം ബാലചന്ദ്രനും സുസ്മിതയും ഒക്കെ സത്യഭാമയും ഒക്കെ ചിരിക്കുകയാണ് പറയുന്നത് കേട്ടിട്ട്. തുടർന്ന് സുസ്മിതയ്ക്ക് അങ്ങ് ആകെ സന്തോഷമാവുകയാണ്. ഈശ്വര, ഞാനൊന്നും ചെയ്യേണ്ടി വന്നില്ലല്ലോ, 10-27 വർഷം പാരമ്പര്യമുള്ള കുടുംബശ്രീ ഹോട്ടൽ അങ്ങനെ നാളെ മുതൽ ഇറച്ചിവിട്ട് കടയാവുകയാണ് എന്ന് പറഞ്ഞ് സുസ്മിത അങ്ങ് സന്തോഷിച്ച് നിൽക്കുകയാണ്. ബാലചന്ദ്രനും ആകെ സന്തോഷത്തിലാണ്. അതേസമയം സത്യഭാമയാണെങ്കിൽ കൊടി ഇങ്ങനെ വീശാനായിട്ട് വരുമ്പോൾ വിഷ്ണു ഓടി സൈക്കിൾ ഇങ്ങനെ സ്പീഡിൽ ചവിട്ടിക്കൊണ്ട് ഓടി കിതച്ച് വരികയാണ് ശാലിനിയെന്ന് വിളിച്ചുകൊണ്ട്. അന്നേരം ഭാമ വിഷ്ണുവിനെ കാണുകയാണ്. പക്ഷേ വിഷ്ണു ആദ്യം സത്യഭാമയെ കാണുന്നില്ല. തുടർന്ന് വിഷ്ണുവിന് എന്താ ഇത്ര വൈകിയത്, എവിടെ പോയി കിടക്കായിരുന്നു എന്നും പറഞ്ഞ് ശാലിനി ചോദിക്കുമ്പോൾ സൈക്കിൾ നന്നാക്കി കിട്ടിയില്ല എന്നും പറഞ്ഞ് വിഷ്ണു അങ്ങ് കിതക്കുകയാണ്. തുടർന്ന് വിഷ്ണു ഇങ്ങനെ നോക്കുമ്പോഴാണ് സത്യഭാമയെ കാണുന്നത്. അന്നേരം ശാലിനിയെ ഇങ്ങനെ വിളിക്കുമ്പോൾ അതേ വിഷ്ണു കേട്ടാ, സത്യാമ്മയാണ് ചടങ്ങിലെ മുഖ്യ അതിഥി എന്ന് ശാലിനിയും കമലിനും ഒക്കെ പറയുകയാണ്. തുടർന്ന് ഇങ്ങോട്ട് വാടാ, അവൻ എത്തിയല്ലോ എന്നും പറഞ്ഞ് പത്രോസ് വിളിക്കുകയാണ്. തുടർന്ന് പാറുകുട്ടിയുടെ തലയിലൊന്ന് തലോടിയൊക്കെ ചെയ്തിട്ട് വിഷ്ണു ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് സൈക്കിളും കൊണ്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. തുടർന്ന് ദേഷ്യത്തോടുകൂടി ബാലേന്ദ്രനെ ഇങ്ങനെ ഒരൊറ്റ നോട്ടം വിഷ്ണു നോക്കുകയാണ്. അതേപോലെ സുസ്മിതയും നോക്കുന്നുണ്ട്. അന്നേരം ബാലേന്ദ്രൻ കരുതുകയാണ്, സുസ്മിതയെ കൊണ്ട് ചുളുവിലെ കഴുത്തിൽ മാല ഇടിക്കാമെന്ന് വിചാരിച്ചതാണ്, ഇതിപ്പോൾ നടക്കില്ലല്ലോ എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് വിഷമിക്കുന്നുണ്ട്. തുടർന്ന് ഇവനാണ് 6ാമത്തെ ആള്, നമ്മുടെ മില്ലിലെ ജോലിക്കാരനാണ് എന്നിങ്ങനെ പത്രോസ് പരിചയപ്പെടുത്തുകയാണ്. അന്നേരം സുസ്മിത ഈ നിർമ്മല വന്ന് സത്യഭാമയുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, ഒരു തല തെറിച്ച ചെറുക്കനാണ്, ഇവനാണ് തടി കുറയ്ക്കണ്ടെന്ന് ബോർഡ് എഴുതാനായിട്ട് അച്ഛനോട് പറഞ്ഞതെന്ന്. അന്നേരവും സത്യഭാമ അങ്ങ് മുഖത്ത് ചിരി വരുത്തുകയാണ്. പക്ഷേ ഭാമയ്ക്കാണെങ്കിൽ വിഷ്ണുവിനെ അങ്ങനെ കാണുമ്പോൾ സങ്കടമാണ്. മില്ലിലെ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ കൂലിപ്പണിക്കാരനാണ് എന്നൊക്കെ ജയരാമൻ പറയുമ്പോഴും സത്യഭാമയ്ക്ക് വിഷമം തോന്നുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇങ്ങനെ ഒരു കുലുക്കവും ഇല്ലാതെ ഭാമയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അന്നേരം ചുമടെടുപ്പുകാരനാണ് എന്നിങ്ങനെ ജയരാമൻ പറയുമ്പോൾ സത്യഭാമ ഓർക്കുന്നുണ്ട്, ഈ സത്യഭാമയുടെ മകൻ തന്നെയല്ലേ ഞാനും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു വീട്ടിൽ നിന്നും വെല്ലുവിളിച്ചിറങ്ങിയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. മില്ലിലെ ജോലിക്കാരൻ എന്ന് പറഞ്ഞാൽ പോരാ, 3 ആളുടെ പണി ഒറ്റയ്ക്ക് ചെയ്യും, മിടുക്കനാണ് എന്നൊക്കെ പത്രോസ് അങ്ങ് പറയുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് പറയുന്നുണ്ട്, നീ സത്യഭാമ എന്ന് കേട്ടിട്ടുണ്ടോ, ഇതാണ് ആള് എന്നിങ്ങനെ സത്യഭാമയെ വിഷ്ണുവിന് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ് പത്രോസ്. അങ്ങനെ വിഷ്ണു ഇങ്ങനെ സത്യഭാമയെ തന്നെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അന്നേരം നീ എന്താടാ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുന്നത് കൊണ്ടായിരിക്കുമല്ലേ, അങ്ങനെയൊന്നും ഭാമയെ കാണാൻ കിട്ടില്ല എന്നൊക്കെ അങ്ങ് പത്രോസ് പറയുന്നുണ്ട്. ഇതേസമയം ഭാമ ഓർമ്മിക്കുന്നുണ്ട്, അന്ന് വീട്ടിൽ വന്നപ്പോൾ പുതിയ ജോലിക്കാരൻ ജവഹർലാലാണ് താമസിക്കുന്നത്, വിഷ്ണു എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞത് സത്യഭാമ ഓർക്കുകയാണ്. തുടർന്നും പത്രോസ് ചോദിക്കുകയാണ്, ഭാമയുടെ മകൻ്റെ പേരും വിഷ്ണു എന്നാണല്ലേ, ഇവൻ്റെ പേരും വിഷ്ണു എന്നാണ്, ഇവനും ജവഹർലാലാണ് താമസിക്കുന്നത്, ഭാമയുടെ മകനും അവിടെയാണ് താമസിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ മകളുടെ കല്യാണ തിരക്കിലും ഈ റേസ് മത്സരത്തിലും ഒക്കെയായി തിരക്കിലായിപ്പോയി എന്നൊക്കെ പത്രോസ് പറയുമ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ല, എത്ര മൂല്യമുള്ളതായാലും മാണിക്യം കുപ്പത്തൊട്ടിയിൽ വീണ് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുന്നതല്ലേ നല്ലത് എന്നിങ്ങനെ സത്യഭാമ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുകയാണ്. തുടർന്ന് മത്സരം തുടങ്ങാം എന്നിങ്ങനെ പത്രോസ് പറയുമ്പോൾ ശാലിനി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് വിഷ്ണുവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയുന്നുണ്ട്, മനസ്സിനെ തളർത്തുന്ന പല കാര്യങ്ങളും മുന്നിൽ ഉണ്ടാകും, പക്ഷെ അതൊന്നും കേട്ട് തളരരുത്, ജയം മാത്രമായിരിക്കണം മനസ്സിൽ വേണ്ടത്, അതിന് ഉറച്ച മനസ്സ് വേണം, തളരാനേ പാടില്ല, പോയി ജയിച്ചു വാ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഒരു ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ എന്നാക്കുകയാണ്. ഇത് കണ്ടിട്ട് ബാലചന്ദ്രനും സുസ്മിതയും ഒക്കെ ജയിച്ചു വാ എന്ന് ശാലിനി പറയുകയാണ്. എന്നിട്ട് അന്നേരം വിഷ്ണു മൊത്തം പിന്നീട് തിരിച്ച് പാറുക്കുട്ടിയുടെ നെറ്റിയിലേക്ക് വിഷ്ണുവും കൊടുക്കുകയാണ്. തുടർന്ന് മത്സരത്തിൻ്റെ നിയമാവലികളൊക്കെ പത്രോസ് പറയുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റും ഫിനിഷിംഗ് പോയിന്റും ഇത് തന്നെയാണ്. ആ ഫ്ലാഗ് സ്ഥാപിച്ചിരിക്കുന്നിടത്ത് പോയി കൊടിയെടുത്ത് തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവരണം. പിന്നെ മത്സരം നടക്കുന്നിടത്തൊക്കെ CCTV ക്യാമറ വെച്ചിട്ടുണ്ട്. അതിലൂടെ ഇവിടെ തന്നെ LED ഡിസ്പ്ലേയിൽ കൂടി എല്ലാവർക്കും മത്സരം കാണാം എന്നൊക്കെ പത്രോസ് പറയുന്നുണ്ട്. ആ LED ഡിസ്പ്ലേ എന്നുള്ളത് പത്രോസിന് അങ്ങോട്ട് വരുന്നില്ല എന്നൊരു ജയരാമനോട് 2-3 തവണ എന്താടാ അത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് അതിൽ കൂടി കാണാം എന്നൊക്കെ ഇങ്ങനെ പത്രോസ് പറയുന്നത്. തുടർന്ന്
ഫ്ലാഗ് ഓഫ് ചെയ്തോളൂ എന്നിങ്ങനെ പത്രോസ് പറയുമ്പോൾ സത്യഭാമ നിന്നെടുത്തുനിന്ന് സൈഡിലേക്ക് മാറുകയാണ്. അന്നേരമാണ് വിഷ്ണു ആ സത്യഭാമ നിന്ന് ആ മണ്ണിൽ ആ സ്ഥാനം നോക്കിയിട്ട് സൈക്കിളിൽ നിന്ന് ഇറങ്ങിയിട്ട് ഭാമയെ സങ്കല്പിച്ചുകൊണ്ട് ഭാമ ആ ചവിട്ടി നിന്ന് ആ മണ്ണ് ഇങ്ങനെ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുന്ന പോലെ തൊട്ട് തൊഴുകയാണ്. അന്നേരം അത് സത്യഭാമ കാണുന്നുണ്ട്. അന്നേരം ഭാമയ്ക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നുകയാണ്. അത് ബാലേന്ദ്രനും സുസ്മിതയും ഒക്കെ അത് കണ്ടിട്ട് ഒരു പുച്ഛഭാവത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് ഞാൻ തന്നെ ജയിക്കും എന്നിങ്ങനെ ബാലേന്ദ്രൻ സുസ്മിതയെ നോക്കി കണ്ണിറുക്കിയൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് സ്റ്റാർട്ട് 1 2 3 ഒക്കെ പറഞ്ഞ് സത്യഭാമ ഫ്ലാഗ് ഓഫ് ചെയ്ത് മത്സരം ആരംഭിക്കുകയാണ്. തുടർന്ന് ഇനി നമുക്കെല്ലാം മത്സരം ടി വിയിൽ കാണാമെന്ന് പറഞ്ഞ് സ്റ്റേബിൽ സ്ഥാപിച്ചിരിക്കുന്ന ടി വിയുടെ അടുത്തേക്ക് എല്ലാവരെയും കൊണ്ട് പത്രോസ് വരികയാണ്. തുടർന്ന് സത്യഭാമ എല്ലാവരും വന്നിരിക്കുകയാണ്. അന്നേരം ആദ്യമൊക്കെ വിഷ്ണുവാണ് റേസിൽ മുന്നോട്ട് ആദ്യമേ എത്തുന്നത്. അന്നേരം ഈ ബാലേന്ദ്രന് ഒരു പഴം തന്നെയെന്നൊക്കെ സുസ്മിത അങ്ങ് വിചാരിക്കുകയാണ്. അന്നേരം വിഷ്ണു മുന്നോട്ട് എത്തുമ്പോൾ സത്യഭാമയ്ക്ക് വരെ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. അന്നേരം കമോൺ ആശാനെ കമോൺ എന്നൊക്കെ കമലം കിടന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും സന്തോഷത്തോടെ കൈയടിച്ചങ്ങ് പ്രോത്സാഹിപ്പിക്കുകയാണ് ടി വിയിലൂടെ കണ്ടിട്ട്. പക്ഷെ കുറച്ചുകൂടി കഴിയുമ്പോൾ മുന്നോട്ട് എത്തുമ്പോൾ ബാലചന്ദ്രൻ മുന്നിലാവുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് കമലനും ശാലിനിയും ഒക്കെ അങ്ങ് വിഷമിക്കുകയാണ്. സത്യഭാമയ്ക്കും വിഷമമാവുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യും വിഷ്ണു ഏട്ടാന്നൊക്കെ പറഞ്ഞ് ശാലിനി അങ്ങ് കരയേറി ചെയ്യുകയാണ്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോൾ വിഷ്ണു അങ്ങ് മുന്നോട്ടെത്തുകയാണ്. അന്നേരം അത് കാണുമ്പോൾ സത്യഭാമയ്ക്ക് കൈയടിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ ചുറ്റും നോക്കുമ്പോൾ ശാലിനി എല്ലാവരും ഇരിക്കുന്നത് കാരണം സത്യഭാമ സന്തോഷം അങ്ങ് മനസ്സിൽ അടക്കുകയാണ്. പക്ഷെ പത്രോസിനും ഒക്കെ സന്തോഷമാവുന്നുണ്ട്. അന്നേരം കമലനും ശാലിനിയും ഒക്കെ ശാലിനി സന്തോഷം കൊണ്ട് കരയേറി ചെയ്യുകയാണ്. തുടർന്ന് ഫിനിഷിംഗ് പോയിന്റിലേക്ക് ആ ഫ്ലാഗ് സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വിഷ്ണുവാണ് ആദ്യം എത്തുന്നത്. വിഷ്ണു ആദ്യം വന്ന അവിടെ നിന്ന് ഒരു കൊടി ഇങ്ങനെ ഊരിയെടുത്ത് തിരിച്ചു വരികയാണ്. തുടർന്ന് രണ്ടാമത് ബാലചന്ദ്രനും പിന്നീട് ബാക്കിയുള്ളവരൊക്കെ പുറകെ കൊടിയും എടുത്ത് തിരിക്കുകയാണ്. തുടർന്ന് വിഷ്ണു മുന്നിലെത്തും, ആദ്യം എത്തും എന്നൊക്കെ ശാലിനി വിശ്വസിച്ച് ദേ മോളെ അച്ഛൻ ജയിച്ചു വരുന്നു എന്നൊക്കെ സ്ക്രീനിൽ ഇങ്ങനെ കുട്ടിയൊക്കെ കാണിക്കുകയാണ്. അതേസമയം ബാലചന്ദ്രനും വിഷ്ണുവിനൊപ്പം എത്തുകയാണ്. അന്നേരം സുസ്മിത ചിന്തിക്കുന്നുണ്ട്, ഇതിപ്പോൾ പാതി വഴി എത്തിയപ്പോൾ വിഷ്ണുവേട്ടൻ ജയിച്ചു വരുമെന്നാണല്ലോ തോന്നുന്നത്. എടാ ബാലചന്ദ്ര പഴമേ എന്തെങ്കിലും ചെയ്താൽ വിഷ്ണുവേട്ടനെ ഒന്ന് വീഴ്ത്തടാന്നൊക്കെ സുസ്മിത മനസ്സിൽ കരുതുകയാണ്. അന്നേരം പുറകെ വരുന്ന ബാലേന്ദ്രൻ മനസ്സിൽ കരുതുകയാണ്, ഇവനെ ഇങ്ങനെ വിട്ടാൽ ഇവൻ ജയിക്കത്തേ ഉള്ളൂ, ഇവനെ ജയിക്കാനായിട്ട് വിടാൻ പാടില്ല, കള്ളക്കോല് കൊണ്ട് ഇവനെ എറിഞ്ഞു വീഴ്ത്തണം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ ആലോചിക്കുന്നുണ്ട്. സുസ്മിത മാലയിട്ട് തരാനായിട്ട് കഴുത്ത് കുനിച്ച് തരാം എന്നൊക്കെ പറഞ്ഞത് ഓർമ്മിക്കുമ്പോൾ ബാലേന്ദ്രന് ഒന്നുകൂടി അങ്ങ് ആവേശം കൂടുകയാണ്. തുടർന്ന് ബാലേന്ദ്രനും ഇങ്ങനെ വിഷ്ണുവും കൂടി ഒപ്പത്തിനൊപ്പം സൈക്കിൾ വിട്ട് വരികയാണ്. അന്നേരം ബാലേന്ദ്രനും കൂടെ ഉണ്ടല്ലോ, ദൈവമേ കാത്തോളണേ എന്നൊക്കെ ശാലിനി മനസ്സിൽ കരുതുകയാണ്. അന്നേരം ആശാനെ പെട്ടെന്ന് വാന്നൊക്കെ കമല വിളിച്ചു പറയുകയാണ്. സ്ക്രീനിൽ നോക്കിയാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്. മത്സരം നടക്കുന്നത് വഴിയിലാണ്, ഇങ്ങനെ നടന്ന് സൈക്കിൾ ചവിട്ടി വരുന്നേ ഉള്ളൂ അവർ. തുടർന്ന് ബാലേന്ദ്രനാണെങ്കിൽ ഒപ്പത്തിനൊപ്പം വിഷ്ണുവിൻ്റെ ഒപ്പത്തിനൊപ്പം എത്തുമ്പോൾ വിഷ്ണുവിനൊരു നീ അങ്ങനെ ഇപ്പോൾ ജയിക്കേണ്ടടാന്നും പറഞ്ഞ് വിഷ്ണുവിന് കാലുകൊണ്ട് സൈക്കിളിലേക്ക് ഒരു ചവിട്ട് കൊടുക്കുകയാണ്. തുടർന്ന് ആ ഇറക്കത്തിലൂടെ വിഷ്ണു അങ്ങ് കാട്ടിലെ അപ്പുറത്തെ വഴിയിലേക്ക് ഒരു ഇറക്കം പോലെ കുഴിയിലേക്ക് അങ്ങ് വിഷ്ണു വീഴുകയാണ്. അന്നേരം അയ്യോ എന്നും പറഞ്ഞ് എല്ലാവരും അങ്ങ് ചാടി, ആ സ്ക്രീനിൽ അത് കണ്ടിട്ട് എല്ലാവരും ചാടി എഴുന്നേൽക്കുകയാണ്. അയ്യോ വിഷ്ണു ഏട്ടാന്നൊക്കെ ശാലിനിയും ആശാനെന്നും പറഞ്ഞ് കമലിനും ഒക്കെ വിളിക്കുന്നു. സത്യഭാമയും അങ്ങ് അയ്യോ എന്നങ്ങ് വയ്ക്കുകയാണ്. പക്ഷെ അത് കണ്ടിട്ട് സുസ്മിതയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ അങ്ങ് മുന്നേ പോകുന്നുണ്ട്. പിറകെ വന്ന എല്ലാവരും മുന്നിട്ടങ്ങ് വിഷ്ണുവിനെ മറികടന്ന് കഴിഞ്ഞങ്ങ് പോവുകയാണ്. അതൊക്കെ താഴെ നിന്ന് ഇങ്ങനെ പതുക്കെ എണീക്കുന്ന വിഷ്ണു കാണുകയാണ്. അന്നേരം എല്ലാം കൈവിട്ട് പോയി, തനിക്ക് മത്സരത്തിൽ ജയിക്കാൻ പറ്റില്ല, സമ്മാനം കിട്ടില്ല എന്നൊക്കെ ആലോചിക്കുന്ന വിഷ്ണു അങ്ങ് ദേഷ്യവും സങ്കടവും കരച്ചിലും ഒക്കെ വിഷ്ണു വരികയാണ്. വിഷ്ണു ഇങ്ങനെ ആന്നും പറഞ്ഞ് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് തറയിൽ ഇങ്ങനെ കൈകൊണ്ട് ശക്തിയായിട്ട് ഇടിക്കുകയാണ്. അന്നേരവും ബാക്കി എല്ലാവരും വിഷ്ണുവിനെ കടന്ന് അങ്ങ് പോയി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോൾ അത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനിയിപ്പോൾ വിഷ്ണു എന്ത് ചെയ്യും? അതേനെ വിഷ്ണു ആ ഒരു വാശിയോടുകൂടി ഇനിയും ചവിട്ടി എല്ലാവരേക്കാളും മുന്നിലെത്തും എന്ന് തന്നെയാണ് എപ്പിസോഡ്. വിഷ്ണുവിന് തന്നെ പ്രൈസ് കിട്ടും, ഇത് തന്നെയാണ്. പക്ഷേ അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.